മുൻകഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തതിനെ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനെ നിങ്ങളോട് ക്ഷമിച്ച് തൻ്റെ രക്തത്താൽ ആ അകൃത്യങ്ങളെ മായിച്ച് നിങ്ങളെ വിശുദ്ധീകരിച്ചൊരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ കുറ്റബോധത്തിൽ നിങ്ങൾ ജീവിക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കുറ്റബോധമല്ല, നീതിബോധമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യമാണ്. നിങ്ങളുടെ അകത്ത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, പാപമായിരുന്നു ഞാൻ ചെയ്തത് എന്നത് പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും ബോധിപ്പിച്ചു തരും. പക്ഷേ ആ പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ രണ്ടാമതായി കൊണ്ടുപോകുന്നത് കുറ്റബോധത്തിലേക്കല്ല, അത് പിശാചാണ് ചെയ്യുന്നത്. പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ രണ്ടാമതായി കൊണ്ടുപോകുന്നത് നീതിബോധത്തിലേക്കാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നീതിബോധത്തിലേക്കാണ്. യേശുവിൻ്റെ സന്നിധിയിൽ എനിക്ക് നീതീകരണമുണ്ട്, അവൻ്റെ രക്തത്താൽ എനിക്ക് വിശുദ്ധീകരണമുണ്ട്. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ എന്നെ നീതീകരിക്കുന്ന ദൈവമാണ്. ആ നീതിയുടെ ബോധത്തെ അവൻ എനിക്ക് നൽകുവാനിടയായി തീരും. ആ നീതിയാൽ യെശയ്യാ 54:14 ഞാൻ സ്ഥിരമായി നിൽക്കും. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് എൻ്റെ നീതിയിലല്ല, ക്രിസ്തുവിൻ്റെ നീതിയിലാണ്. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് എൻ്റെ അനുസരണത്തിലല്ല, ക്രിസ്തുവിൻ്റെ അനുസരണത്തിലാണ്. ഞാൻ അനുസരിക്കേണ്ടവനാണ്, ഞാൻ നീതിബോധത്തിൽ ജീവിക്കേണ്ടവനാണ്, ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിക്കേണ്ടവനാണ്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പെർഫോമൻസ് കൊണ്ടോ എൻ്റെ ഏതാണ്ട് പ്രവൃത്തി കൊണ്ടോ അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ ദൈവവൈതലായി നിൽക്കുന്നത്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അംഗമായിരിക്കുന്നത്. മുമ്പേ ദൂരസ്ഥനായിരുന്ന എന്നെ ക്രിസ്തുവിൻ്റെ രക്തം സമീപസ്ഥനാക്കി മാറ്റി. അന്യനായിരുന്ന എന്നെ, അയോഗ്യനായിരുന്ന എന്നെ യോഗ്യനാക്കി മാറ്റി. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവായി ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ച് ഫലമുള്ള ഒരു ജീവിതത്തിനുടമയാക്കി മാറ്റി.